നമ്മൾ 4ലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ശ്രദ്ധയും ഒരു കെയറിങ്ങും അല്ലെങ്കിൽ ഒരു കൺസേണും ഒക്കെ ഒരു 20-25 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമായി തീരും. ഇതിന് കുട്ടികൾ തന്നെ ആകണമെന്നില്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പാരന്റ്സ് പല സമയത്തും ഈ മക്കളുടെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇടപെടും. അതായത് അവർ പുറത്തേക്ക് പോയിട്ട് എപ്പോൾ വരും എന്നുള്ളത് ഇൻഫോംഡ് ആണെങ്കിൽ, അവർ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന സമയത്ത് വീട്ടിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അവരെ വീണ്ടും വിളിച്ചുകൊണ്ട് എപ്പോൾ വരും, എപ്പോഴാണ് എത്തുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അവരുടെ ആ ഒരു ഫ്രീഡം അവിടെ കളയേണ്ട ആവശ്യമില്ല. ഒരു 20-25 വയസ്സിൻ്റെ ഒരു മെച്യൂരിറ്റി അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ദം ദെയർ തിങ്സ്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു ഫ്രീഡം അവിടെ കൊടുക്കുക. ഇവരുടെ ആ ഒരു സ്പേസിന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അവിടെ പാരൻസും കുട്ടികളും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്, അവർ പുറത്തു പോകുന്ന ടൈമിൽ ഈ പാരന്റിന്റെ ഒരു മകനാണ് ഈ കുട്ടി. അവർ ഇത്രയും കാലം പാരന്റിങ് ചെയ്തൊരു മകനാണത്. പക്ഷെ ഇപ്പൊ അവനൊരു ഭർത്താവാണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ്. സോ അപ്പൊ പാരന്റ്സ് നീ ഇനി എപ്പോൾ വരും, എപ്പോഴാണ് വീട്ടിലെത്തുക, എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഒരു ഇറിറ്റേഷൻ ആകും, അല്ലെങ്കിൽ ആ പാർട്ട്ണർ ഡിസ്റ്റർബ്ഡ് ആകും. ഇതെന്താണ് ഇങ്ങനെ എന്ന് അവർ ചിന്തിച്ചു പോകും. സോ പാരൻസ് ഇത്തരത്തിൽ ഓവർ കെയറിങ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടാനൊന്നും പോകുന്നില്ല, അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൂടാൻ പോകുന്നില്ല. ഇത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് അവർക്ക് തോന്നി തുടങ്ങുക. So children need to be cared for and guided until they reach a certain age. It's important to allow them their freedom and space. This balance is fosters mutual respect with parents. അപ്പോൾ ഓക്കെ, bye.